everyone, it's Leah and welcome back to my channel. SSLC Physics third lesson Electromagnetic Induction എന്ന ചാപ്റ്റർ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ആദ്യത്തെ 8 പാർട്ട് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കണ്ടിട്ട് ഈ പാർട്ട് കാണാനായിട്ട് ശ്രമിക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റ് ഭാഗങ്ങളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇനി നമ്മളിപ്പം ഇന്ന് പഠിക്കുന്ന പാർട്ടൊന്നും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടല്ല. ആദ്യത്തെ 6 പാർട്ടിൽ നമ്മൾ പഠിച്ചതായിരുന്നു ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് പാർട്സ്. അപ്പൊ അതെല്ലാവരും നന്നായിട്ട് കാണാൻ ശ്രമിക്കാം. അതിൽ നിന്നായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ ഇന്ന് പഠിക്കുന്ന പാർട്ടും ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചേക്കാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൽ നിന്ന് എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് ഇന്നത്തെ പാർട്ടിലേക്ക് വേഗം തന്നെ പോകാം. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് FT ഫ്യൂസിനെ പറ്റി, MCB, ELCB, അതോടൊപ്പം തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സേഫ്റ്റി ഫ്യൂസിനെ പറ്റി നമ്മള് ഫസ്റ്റിലത്തെ ചാപ്റ്ററിൽ, ആദ്യത്തെ ചാപ്റ്ററിൽ നല്ല വിശദമായിട്ട് പഠിച്ചതായിരുന്നു. വാട്ട് ഈസ് സേഫ്റ്റി ഫ്യൂസ്, വാട്ട് ഈസ് ഇറ്റ്സ് വർക്കിംഗ് പ്രോസസ്. Yes, safety fuse break the circuit when excess current flows through the circuit in the time of overloading or short circuit. Short circuit ഇന്റെയോ ഓവർലോഡിംഗ് ഇന്റെയോ സമയത്ത് സേഫ്റ്റി ഫ്യൂസ് സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്ത് കറണ്ടിന്റെ ഫ്ലോ തടയുന്നു. അതുമൂലം നമ്മുടെ വീടിനകത്തുള്ള ഉപകരണങ്ങൾക്ക് ഒരു കേടുപാട് സംഭവിക്കാതെ അത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അല്ലെ? അപ്പൊ അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളത് MCBയും ELCBയും പറ്റിയാണ്. What is the full form of MCB? Miniature Circuit Breaker. As the name says, it breaks the circuit when excess current flows through the circuit automatically. ഇതിന് പേര് പറയുന്ന പോലെ തന്നെ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുന്ന ഈ MCB കറണ്ടിന്റെ ഓവർഫ്ലോ ഉണ്ടാവുന്ന സമയത്ത് സേഫ്റ്റി ഫ്യൂസ് പോലെ തന്നെ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്ത് കറണ്ടിന്റെ ഫ്ലോ തടയുന്നു. ഇതുപോലെ തന്നെയാണ് ELCBയും പ്രവർത്തിക്കുന്നത്. The full form of ELCB is Earth Leakage Circuit Breaker. The full form of ELCB is Earth Leakage Circuit Breaker. What is the function of ELCB? ELCB helps to break the circuit when there is a leakage in the circuit due to the insulation failure or other reasons. ഇൻസുലേഷന്റെ ഫെയിലിയർ മൂലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം മൂലമോ കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടായാൽ, സർക്യൂട്ടിൽ കറണ്ടിന്റെ ലീക്കേജ് ഉണ്ടായാൽ ഈ ELCB ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇതാണ് ELCBയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ MCBയും ELCB എന്ന ഈ 2 പാർട്ടില് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് MCB? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. ദെൻ ELCB, full form of ELCB is Earth Leakage Circuit Breaker. And you have to study the function of these 2 devices also. And the safety fuse is also an important device. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മോളെ കാർഡിലും ഒക്കെ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത് ഫസ്റ്റ് എയ്ഡ് ഗിവിംഗ്. എപ്പോഴാണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്ന സമയത്ത് നൽകാവുന്ന ഫസ്റ്റ് എയ്ഡിനെ പറ്റിയാണ് പിന്നെ ഈ പാർട്ടിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സോ steps of giving first aid is already given on your textbook. The first step, when any person get an electric shock, raise the temperature of the body by massaging. ഒരു പേഴ്സണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് അയാളുടെ ബോഡി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. എന്തിനാണ്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനായിട്ട് അയാളുടെ ബോഡി നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. The second step is giving artificial respiration. ചിലപ്പോ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല, അപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ നൽകാം. That is the second step. Then the third one, massage the muscles and bring them to the original condition. മസിൽസിനെ എല്ലാം നന്നായിട്ട് മസാജ് ചെയ്ത് അതിനെല്ലാം അതിന്റെ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. Start first aid for the functioning of heart. നമ്മുടെ ഹൃദയം പ്രവർത്തിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ ഫസ്റ്റ് എയ്ഡ് നൽകാനായിട്ട് ശ്രമിക്കാം. Then the last and final step, take them to the hospital immediately. പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം. So these are the steps we have to follow when a person gets an electric shock. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് ഗീവ് ചെയ്യുന്ന മെത്തേഡ് അതൊന്നും എല്ലാവരും പഠിച്ചു നോക്കാം. അപ്പൊ ഇന്നത്തെ പാർട്ട് അവസാനിക്കാറായി. നമ്മുടെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്റർ നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് ഉള്ള
പോർഷൻ ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ ആദ്യത്തെ 6 പാർട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എക്സാമിന് എന്തായാലും ചോദിക്കും. ഈ ലാസ്റ്റത്തെ പാർട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ ഫോക്കസ് ഏരിയയിലൊന്നും ഇല്ലാത്ത പാർട്ടായിരുന്നു കേട്ടോ. ഈ ഫസ്റ്റ് എയ്ഡും MCB ELCB സേഫ്റ്റി ഫ്യൂസും മാത്രമേ ഫോക്കസ് ഏരിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. ആദ്യത്തെ 6 പാർട്ട് കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതൊന്ന് കയറി കാണാം. ഈ 6 പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ 7, 8 പാർട്ടും കഴിഞ്ഞ പാർട്ടും ഈ പാർട്ടിലും ഉള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പൊ അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന ചാപ്റ്ററിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമന്റ് ബോക്സിലോ നൽകാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. പ്ലീസ് മേക്ക് ഷുവർ ടു സബ്സ്ക്രൈബ്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് അതിന്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന സമയത്ത് 3 ഓപ്ഷൻ വരും. അതിലോടുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ഈ പ്യോർ നോളജ് എന്ന യൂട്യൂബ് ചാനലിൽ ഒരു ക്രിയേറ്റീവ് കോർണർ കൂടി ഉണ്ട്. പ്ലേലിസ്റ്റ് ആയിട്ടാണ് ഈ ചാനൽ തന്നെയാണ്, പക്ഷെ പ്ലേലിസ്റ്റ് ആയിട്ട് ഇട്ടേക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അതിനകത്ത് ക്രിയേറ്റീവ് വീഡിയോസും ക്രാഫ്റ്റ് വീഡിയോസും മേക്ക് ഓവർ വീഡിയോസും അതുപോലെ തന്നെ സ്റ്റഡി ടേബിൾ ഓർഗനൈസേഷൻ വീഡിയോസും പിന്നെ പഠിക്കാനായിട്ട് ഫോളോ ചെയ്യുന്ന ടിപ്സും ഒക്കെ ആയിരിക്കും പറഞ്ഞു തരിക. അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് അത് കയറി ചെക്ക് ചെയ്യാം. അതിന്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മോള് കാർട്ടിലും കൊടുത്തേക്കാം. നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. നമ്മൾ കെമിസ്ട്രി ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. കെമിസ്ട്രി ക്ലാസ് കാണാൻ താല്പര്യം ഉള്ളവർക്കായിട്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മോള് കാർട്ടിലും കൊടുത്തേക്കാം. അത് നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ അടുത്തതായിട്ടിരുന്നത് കെമിസ്ട്രിയുടെ 3rd ലെസൺ ആയിരിക്കും. അപ്പൊ കെമിസ്ട്രിയുടെ 3rd ലെസണുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.